എനിക്ക് യാത്ര ചെയ്യുമ്പോൾ നേരത്തെ ഛർദിലിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതാ. പക്ഷെ അതിപ്പോഴൊന്നുമല്ല, ചെറുപ്പത്തിലാ. അതിപ്പോ എങ്ങനെ ശിവന് മനസ്സിലായെന്നാ? എനിക്കങ്ങനെ തോന്നി. അതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയാ? മാഡം ന്യൂസ് കണ്ടായിരുന്നോ? ഇല്ല. താലൂക്ക് ആശുപത്രിയിൽ ഒരു സെൻസേഷണൽ പ്രോബ്ലം ഉണ്ടായിരിക്കുന്നു. പറഞ്ഞറിഞ്ഞിടത്തോളം സ്ഥലത്തെ MLA-യും മന്ത്രിയൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നാ പറയുന്നത്. എന്താ അനു, എന്താ പ്രശ്നം? എനിക്കാണെങ്കിൽ മധുര വരെ പോവേണ്ട ഒരു അർജന്റ് ആവശ്യമുണ്ട്. മാഡം ഇപ്പൊ പോവാതിരിക്കുന്നതാ നല്ലത്. അവിടെ ആശുപത്രിയിൽ ശസ്ത്രക്രിയ വൈകിയത് മൂലം ഒരു കുഞ്ഞ് മരിച്ചു. ആ കുഞ്ഞിന്റെ ബോഡിയും പൊതിഞ്ഞു കെട്ടി ആ കുഞ്ഞിന്റെ വീട്ടുകാര് ഡോക്ടറുടെ അനാസ്ഥയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുക. സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കളക്ടർക്ക് മന്ത്രിയുടെ നിർദ്ദേശം എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ മാഡം ഇപ്പൊ പോയാലോ? ശരി, ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാം. അനു അവിടെ തന്നെ ഉണ്ടാവണം. ശരി. അത് ചെറിയൊരു വിഷയമുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ ഒരു കുട്ടി മരിച്ചു. ഡോക്ടറുടെ അനാസ്ഥയാന്നും പറഞ്ഞ് കുട്ടിയുടെ ബന്ധുക്കള് ഡോക്ടറെ തടഞ്ഞു വെച്ചിരിക്കുക. ഈ സമയത്ത് ഞാൻ ഇവിടുന്ന് പോന്നാ ശരിയാവില്ല. ഇതിപ്പം ആര് പോയാലും കാര്യങ്ങൾ ശരിയായിട്ട് നടന്ന പോരെ? ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി പോവില്ലേ? രേഷ്മയ്ക്ക് അവിടെ എല്ലാം അറിയാവുന്നതല്ലേ? അത് എന്നാലും ശാലിനി ഇല്ലാതെ അത് കാര്യമാക്കണ്ട. നമുക്കിപ്പോ ആവശ്യം ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതാ. അതിപ്പോ രേഷ്മ ചെന്ന് വാങ്ങിക്കുന്നതും ഞാൻ ചെന്ന് വാങ്ങിക്കുന്നതും ഒരുപോലെയല്ലേ? ഞാൻ കൂടെ ഒരാളായിട്ട് വരാന്നല്ലേ ഉള്ളൂ. അവിടുത്തെ സ്റ്റാഫുമായിട്ട് കൂടുതൽ പരിചയമുള്ളതും രേഷ്മയ്ക്കല്ലേ? അല്ല, ഈ തമിഴ് അറിയാവുന്നത് രേഷ്മയ്ക്കല്ലേ? അതില് കാര്യമൊന്നുമില്ല. നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടർ മലയാളിയാ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് പോയിട്ട് വാ. ഞാൻ അപ്പോഴത്തേക്കും ഇവിടുത്തെ പ്രശ്നത്തിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഹലോ. ഓക്കെ, ഞാൻ ഇപ്പൊ എത്തിക്കോളാം. രാമേട്ടാ, നമുക്ക് താലൂക്ക് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തണം. നിങ്ങൾ പോയിട്ട് വാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി. ശരി. എന്നാ പിന്നെ നമുക്ക് പോയാലോ? എന്നാ കേറിക്കോ. കടവുളെ കാപ്പാത്തണേ. അപ്പൊ തമിഴ് അറിയില്ലെന്ന് പറഞ്ഞത്? അല്ല, ആകെ അറിയാവുന്ന ഈ ഒരു വാക്കാ. ആരെന്ത് ചോദിച്ചാലും ഞാൻ ഇതേ പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു മിനറൽ വാട്ടറിലങ്ങ് പറഞ്ഞു തീർക്കും. മിനറൽ വാട്ടറോ? അതെങ്ങനെ? എന്തെങ്കിലും എന്നോടൊന്ന് തമിഴ് ചോദിച്ചേ. നീങ്ക എങ്ക പോരെ? എന്നാ പോവാം. അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. എന്താ? എന്തു പറ്റി? വല്ലതും എടുക്കാനുണ്ടോ? അല്ല, ഗുളികയോ? ഇതെന്തിനാ ഗുളിക? അല്ല, തനിക്ക് യാത്ര പറ്റില്ലല്ലോ. കൂടുതൽ നേരം വണ്ടിയിലിരുന്ന ഛർദിക്കില്ലേ? ഏയ്, അതൊക്കെ എന്റെ ചെറുപ്പത്തിലെ കാര്യല്ലേ. അതൊക്കെ മാറി. ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും തുണിയെടുക്കാനായിട്ട് മധുരയിലേക്ക് പോകുന്ന ആളല്ലേ ശിവ? ഞാൻ ആ പഴയ ഓർമ്മ വെച്ച് വാങ്ങിച്ചതാ. എന്നാ വെച്ചോ. അത് പഴയ ഓർമ്മയെന്ന് പറയുമ്പോ എന്തു പറ്റി? അല്ല, ഇല്ല, ഒന്നുമില്ല. ഹേയ്, അതല്ല, എന്നോട് എന്തോ ചോദിക്കണമെന്നുണ്ടല്ലോ. ഒന്നിച്ചിങ്ങനെ യാത്ര ചെയ്യുമ്പോ നമ്മക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും പോവാന്നേ. അതല്ല, എനിക്ക് യാത്ര ചെയ്യുമ്പോ നേരത്തെ ഛർദിലിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതാ. പക്ഷെ അത് ഇപ്പോഴൊന്നുമല്ല, ചെറുപ്പത്തിലാ.
അതിപ്പോ എങ്ങനെ ശിവന് മനസ്സിലായെന്നാ? ആ എനിക്കങ്ങനെ തോന്നി. അതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാ ഞാൻ എങ്ങനെ പറയാ? എന്തായാലും ഒരു ധൈര്യത്തിന് മരുന്ന് കൈയിരിക്കുന്നത് നല്ലതാ. ഹൃദയം മാറ്റിവെച്ച വിഷ്ണുവിന് അറിയുന്ന കാര്യങ്ങളൊക്കെ ശിവനും അറിയാൻ പറ്റുമോ? അല്ലാതെ പിന്നെ എങ്ങനെയാ എന്റെ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ ഇവൻ അറിയാൻ പറ്റുന്നത്? ഇനി വിഷ്ണുവിന്റെ ആത്മാവെങ്ങാനും ഇവന്റെ കൂടെ ഉണ്ടോ? ശ്ശേ, ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത്? ആത്മാവ്, പ്രേതം, അതും ഈ പട്ട പകല് കിറക്ക് തന്നെ. എന്തോ കാര്യമായിട്ട് ആലോചിക്കാൻ തോന്നുന്നു. അതെ, ആ ആലോചിച്ചത് എന്നെ കുറിച്ചല്ലേ? അതെങ്ങനെ മനസ്സിലായി? ചുമ്മാ അതൊന്ന് എറിഞ്ഞു നോക്കിയതാടോ, അതങ്ങ് കൊള്ളുകയും ചെയ്തു. അതൊന്നുമല്ല, ശിവനിൽ എന്തോ പ്രത്യേകതയുണ്ട്. അതുമല്ല, ഈ യാത്രയ്ക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേകത. മരണ സർട്ടിഫിക്കറ്റ് ആരുടെയാണോ വാങ്ങിക്കാൻ പോകുന്നത്, അയാളുടെ മരിക്കാത്ത ഹൃദയം ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇയാൾ അറിയുന്നില്ലല്ലോ. ഇങ്ങനൊരു പോക്ക് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. എന്റെ പൊന്നുമോളെ, അധികാരികൾ നീതി പാലിക്കുക. പകൽ കൊള്ളക്കാരൻ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുക. ഡോക്ടർ തോമസ് കുര്യനെ അറസ്റ്റ് ചെയ്യുക. അധികാരികൾ നീതി പാലിക്കുക. സുഹൃത്തുക്കളെ, ഇതിവിടെ മാത്രം സംഭവിക്കുന്ന ഒരൊറ്റപ്പെട്ട സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവന്റെ ജീവൻ അധികാരവർഗത്തിന്റെ അനാസ്ഥയിൽ ഇതിനു മുമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നഷ്ടമായത് കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ജീവനാണ്. ഈ ജീവന് അധികാരപ്പെട്ടവർ സമാധാനം പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ശവശരീരം ഈ ഹോസ്പിറ്റലിന് മുന്നിൽ ഞങ്ങൾ കുഴിച്ചിടും. ഈ മരണം ദുഷിച്ചവരുടെ അനാസ്ഥ കൊണ്ടുണ്ടായതാണ്. പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത്? കൊള്ളയാണ്, കൊള്ള, പകൽ കൊള്ള.